നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ലാലീസ്, ഇനിയെന്നും സന്തോഷം. വയനാട് ദുരന്തം 1200 കോടിയുടെ നഷ്ടം കണക്കാക്കി 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂർ പൂരം വെടിക്കെട്ട് പഴയതുപോലെ പൂരപ്രേമികൾക്ക് ആസ്വദിക്കാൻ കഴിയണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നെറ്റ് സീറോ കാർബൺ കേരളം എന്ന പദ്ധതിയുടെ തദ്ദേശ സ്ഥാപനതല ഉദ്ഘാടനം മാടക്കത്തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുൻ LDF പഞ്ചായത്ത് മെമ്പർ അംബിക ചിദംബരത്തിന്റെ സത്യാഗ്രഹം. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തം 10 ദിവസത്തിനകം 1200 കോടിയുടെ നഷ്ടം കണക്കാക്കി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായത്തിനായി 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഓരോ മേഖലയിലും സംഭവിച്ച നഷ്ടത്തിന്റെ കൃത്യമായ കണക്കെടുപ്പ് നടക്കുകയാണ്. 1200 കോടിയുടെ നഷ്ടം കണക്കാക്കി പ്രാഥമിക കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ചീഫ് സെക്രട്ടറിക്കാണ് ഏകോപന ചുമതലയെന്നും കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കണക്കുകൾ സാങ്കേതികം മാത്രമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി നൽകിയ നിവേദനത്തിൽ അക്കമിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏകദേശം ചെയ്യേണ്ട സഹായത്തിന്റെ രൂപരേഖ കേന്ദ്രത്തിന് കിട്ടിക്കഴിഞ്ഞുവെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ വരവിനെ പോസിറ്റീവായിട്ടും വളരെ പ്രതീക്ഷയോടെയും ആണ് കാണുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരും. ചൂരൽമലയിലെ ദുരന്ത ബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി സർവകക്ഷികളുടെ നേതൃത്വത്തിൽ വാടക വീടുകൾക്കായുള്ള അന്വേഷണം ഇന്ന് ആരംഭിക്കും. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 6 അംഗ വിദഗ്ധ സംഘം ഇന്നും പരിശോധന തുടരും. തൃശൂർ പൂരം വെടിക്കെട്ട് പഴയതുപോലെ പൂരപ്രേമികൾക്ക് ആസ്വദിക്കാൻ കഴിയണമെന്ന് പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പഴയ പോലെ ആസ്വദിക്കാൻ പൂരപ്രേമികൾക്ക് കഴിയണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വെടിക്കെട്ട് ആസ്വദിക്കാനായി പുതിയ ക്രമീകരണങ്ങൾ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പെസോ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച് തൃശൂരിൽ ഇന്ന് പ്രത്യേക യോഗം ചേർന്നു. കളക്ടറും കമ്മീഷണറും ദേവസ്വം ഭാരവാഹികളും പങ്കെടുത്തു. ഇതിന്റെ തീരുമാനത്തിനായി പുതിയ റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് സാങ്കേതിക വിഭാഗങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആർക്കിയോളജി, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പെസോയിലെ തന്നെ കെമിക്കൽ അനലിസ്റ്റ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി, എല്ലാവരും ഇവിടെ ഇന്നലത്തെ എല്ലാ ഡെലിബറേഷൻസും തുടങ്ങി ഇന്നത്തെയും ഇനി നടക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഓയിൽ കമ്പനികളെ, ടൂറിസത്തിൻ്റെ പാർട്ടേക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം വിശാലമായ ഇന്ന് നടന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ, ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള അനേകം ചർച്ചകളിലൂടെയായിരിക്കും. പക്ഷേ കാലേക്കൂട്ടി ഉള്ള നിശ്ചയങ്ങളും പിന്നെ അതിൻ്റെ ലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും ഇടപെടൽ എന്ന് പറയുന്നത് വിഘാതമോ കാലതാമസമോ പൂരത്തിൻ്റെ ആരാധനാക്രമത്തിനായാലും ശരി തന്നെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക. ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം. അതിൽ നിന്ന് നമുക്ക് പൂരത്തിൻ്റെ നടത്തിപ്പിലെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസമെങ്കിലും
നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ നവ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം അനുവാദത്തോടുകൂടി ആശീർവാദത്തോടുകൂടി അത് സെൻട്രൽ അതിനകത്ത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്നു. അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സന്ദർശനം നടത്തി. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയുകയും നേരിൽ കാണുകയും ചെയ്തു. മന്ത്രി സുരേഷ് ഗോപിയെ കണ്ടതോടെ നിരവധി പേർ അദ്ദേഹവുമായി സൗഹൃദ സംഭാഷണം നടത്തി. നിരവധി സ്ത്രീകൾ, പ്രത്യേകിച്ചും പ്രായമായ അമ്മമാർ അദ്ദേഹത്തെ തൊട്ടും നമസ്തേ പറഞ്ഞും സൗഹൃദം പങ്കുവച്ചു. എല്ലാവരോടും കുശലം പറഞ്ഞും ചിരിച്ചും അദ്ദേഹം തേക്കിൻകാട് മൈതാനമാകി നടന്നു. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതിയുടെ തദ്ദേശ സ്ഥാപനതല ഉദ്ഘാടനം മാടക്കത്തറ പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഹരിത സമൃദ്ധി വാർഡ് പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കോർഡിനേറ്റർ C ദീപിക പദ്ധതി വിശദീകരിച്ചു. അനർട്ട് എഞ്ചിനീയർ KV പ്രിയേഷ് മുഖ്യപ്രഭാഷണം നടത്തി. PR സുരേഷ് ബാബു, സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, പുഷ്പചന്ദ്രൻ, കൃഷി ഓഫീസർ ജിൻസി ജോസഫ്, സുമിനി കൈലാസ്, ജിൻസി ഷാജു, EV വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി VG ശ്രീകല നന്ദിയും പറഞ്ഞു. മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ജില്ലയിൽ 5 പഞ്ചായത്തുകളാണ് മാടക്കത്തറ ഉൾപ്പെടെ സീറോ കാർബൺ പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2050 ആകുമ്പോഴേക്കും കേരളമാകെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എളുപ്പത്തിൽ നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയല്ല. നമ്മുടെ രാജ്യം ഉൾപ്പെടെ ഓരോ വർഷവും വിക്ഷേപണം നടത്തുന്ന ഉപഗ്രഹങ്ങൾ ഓരോന്നും വിജയപഥത്തിലെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ ആഘാതത്തിരയിളക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. LDF ഭരിക്കുന്ന പാണഞ്ചേരി പഞ്ചായത്തിന് മുന്നിൽ മുൻ LDF പഞ്ചായത്ത് മെമ്പർ അംബിക ചിദംബരം ഇന്ന് രാവിലെ 10 മണി മുതൽ സത്യാഗ്രഹം ആരംഭിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലുള്ള പട്ടികജാതി വനിതാ സമുച്ചയത്തിലെ കടമുറി 2024 ജൂൺ 10 ലേല നോട്ടീസിലെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ലേലം വിളിച്ചെടുത്ത കടമുറി പഞ്ചായത്തുമായി എഗ്രിമെന്റ് ചെയ്തുവെന്നും സംരംഭം നടത്തുവാൻ പഞ്ചായത്ത് അനുവദിക്കുന്നില്ലെന്നും പഞ്ചായത്തിന്റെ ഫ്ലവർ മിൽ യാതൊരു കാരണവുമില്ലാതെ ഒഴിയണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്തിനെതിരെ ഗ്രൂപ്പ് നീതിക്കായി കോടതിയെ സമീപിച്ചും എന്നതാണ്. എന്നാൽ ഇതേ ഗ്രൂപ്പിലെ മറ്റംഗത്തിന് കടമുറി ലേലം ചെയ്തത് എഗ്രിമെന്റ് വെച്ച് സംരംഭം തുടങ്ങുവാൻ അനുവദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമുള്ള വ്യക്തിപരമായ വൈരാഗ്യം മൂലമാണ് കടമുറി അനുവദിച്ചു തരാത്തതെന്നും ഇതിനെതിരെയാണ് സമരം നടത്തുന്നതെന്നും അംബിക പറഞ്ഞു. ഞാനൊരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാകുന്നു. ഇവിടെ ബസ് സ്റ്റാൻഡിലുള്ള പട്ടികജാതി വനിതാ സമുച്ചയത്തിലെ ഒരു റൂം കഴിഞ്ഞ ജൂൺ 10 10/6/24 ഇവിടെ ലേലം നടക്കുകയുണ്ടായി. ആ ലേലത്തിൻ്റെ പരസ്യം കണ്ടുകൊണ്ട് ഞാൻ ആ ലേലത്തിൽ പങ്കെടുക്കുകയും അതിൽ 8E എന്ന റൂം 2550 രൂപയ്ക്ക് ഞാൻ ലേലം കൊള്ളുകയും ചെയ്തിട്ടുള്ളതാകുന്നു. അത് എന്നോടൊപ്പം മറ്റ് 3 റൂമാണ് അന്ന് ലേലം നടത്തിയത്. ആ 3 റൂമും ലേലം നടന്നിട്ടുണ്ട്. താഴെയുള്ള 3 റൂം അതിൽ എൻ്റെ ഒപ്പം അന്ന് തന്നെ പറഞ്ഞു പട്ടികജാതിക്കാർ വാടകയുടെ 2 മാസത്തെ തുക അഡ്വാൻസ് അടയ്ക്കണമെന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ 2 മാസത്തെ അഡ്വാൻസ് തുക GST അടക്കം അടച്ചിട്ടുള്ളതാകുന്നു. അതിനുശേഷം മറ്റ് ലേലത്തിൽ എടുത്ത റൂമുകാരോടൊക്കെ എഗ്രിമെൻറ്റ് വെച്ച് റൂം ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിതറിഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചു. എന്ത് സെക്രട്ടറി, എൻ്റെ റൂം ലേലം എഗ്രിമെൻറ്റ് വയ്ക്കണ്ടേ, എന്നെ അറിയിപ്പ് തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു, അംബികേച്ചി അത് അറിഞ്ഞില്ലേ, ഭരണസമിതി അംബികേച്ചിക്ക് റൂം തരേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അതെന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അംബികേച്ചി പഞ്ചായത്തിനെതിരെ കേസിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് റൂം തരേണ്ടതില്ല എന്ന് ഭരണസമിതി തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു അത് നിയമവിരുദ്ധമാണ് സെക്രട്ടറി. പഞ്ചായത്ത് അനീതി നടത്തി കഴിഞ്ഞാൽ നീതിക്കായിട്ട് നമ്മൾ കോടതിയെ തന്നെയാണ് സമീപിക്കുക. അത് നിയമവിരുദ്ധമായ ഒരു തീരുമാനം സെക്രട്ടറി തിരുത്തണമായിരുന്നു. അത് സെക്രട്ടറി അനുസരിച്ച് ശരിയല്ല. അപ്പോൾ സെക്രട്ടറി പഞ്ചായത്ത് ഭരണസമിതിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്ന് പറഞ്ഞത്. അതിനുശേഷം ആ കാരണം എഴുതി തരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ എനിക്ക് എന്തുകൊണ്ടാണ് ആ റൂം നിഷേധിച്ചതെന്നുള്ള കാരണം സെക്രട്ടറി എന്ന് എഴുതി തരാൻ പറഞ്ഞുകൊണ്ട് പലതവണ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചിട്ടുണ്ട്. എനിക്ക് ആ കാരണം എഴുതി തരാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറായിട്ടില്ല. ഇവരുടെ ഉപദ്രവം ഇപ്പോൾ ഈ സാവിത്രി സദാനന്ദൻ എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഇവർ 4 വർഷത്തോളമായി ഇവിടെ ഭരണം ഏറ്റതിന് ശേഷം 4 വർഷത്തോളമായി എന്നെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ 4 വർഷത്തോളം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇനി അനുവദിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇവർ പറയണത് ഞാൻ കേസിന് പോയി എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റായ ഒരു ഫ്ലവർ മില്ലുണ്ട്, അത് ഈ റൂമുകളോട് തൊട്ട് ചേർന്നിട്ടുള്ളതാണ്. അത് ഞങ്ങളൊരു ആക്ടിവിറ്റി ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണത്. അത് ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരാൾ അതിലുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ഗ്രൂപ്പ് ഇത് തിരിച്ച് ഈ പ്രൊജക്റ്റ് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യവും കുടുംബശ്രീയെ കൊണ്ട് ഞങ്ങളെ വിളിപ്പിക്കുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഒഴിഞ്ഞു മാറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളതിൽ മാറില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ഓണം സമയമായപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങൾക്ക് കത്ത് തന്നു. 7 ദിവസത്തിനകം മില്ല് അടച്ചുപൂട്ടി താക്കോല് പഞ്ചായത്തിനെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. 7 കോടിയിലധികം തട്ടിപ്പ് നടത്തിയ ഹിവാൻ നിധി ഹിവാൻ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. 7 കോടിയിലധികം തട്ടിപ്പ് നടത്തിയ ഹിവാൻ നിധി ഹിവാൻ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ മറ്റൊരു പ്രതി കൂടിയായ അന്നമനട പാലിശ്ശേരി സ്വദേശി ചാത്തോത്തിൽ വീട്ടിൽ ശ്രീനിവാസനെയാണ് തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത പുഴയ്ക്കൽ ശോഭ സിറ്റിയിലെ ടോപ്പാസ് ഫ്ളാറ്റിലെ താമസക്കാരനായ മൂത്തേടത്ത് അടിയാട്ട് വീട്ടിൽ സുന്ദർ സി മേനോൻ, പുതൂർക്കര പുത്തൻ വീട്ടിൽ ബിജു മണികണ്ഠൻ എന്നിവർ റിമാൻഡിൽ കഴിഞ്ഞുവരികയാണ്. തൃശൂർ ചക്കാമുക്ക് ദേശത്ത് ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും RBIയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായി ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് നിക്ഷേപം സ്വീകരിച്ചും പണം കാലാവധി കഴിഞ്ഞിട്ടും തിരികെ നൽകാതെ വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്തിട്ടുള്ള കാര്യത്തിന് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 18 കേസുകളാണ് നിലവിലുള്ളത്. 62ഓളം പരാതിക്കാരിൽ നിന്നുമാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷിച്ചിരുന്ന കേസുകൾ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് അയച്ചു. ബഡ്സ് ആക്ട് പ്രകാരം പ്രതികളുടെയും മറ്റ് ഡയറക്ടർമാരുടെയും സ്വത്തുക്കൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ,
ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കായികമേള മുൻ സന്തോഷ് ട്രോഫി താരം സുരേഷ് ബാബു PS ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ പ്രധാന അധ്യാപിക T. ബേബി കുട്ടികൾക്ക് കായികമേളയുടെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് അരോഷ് TA കായികമേളയുടെ ദീപശിഖ വിദ്യാർത്ഥി പ്രതിനിധിക്ക് കൈമാറി. MPTA പ്രസിഡന്റ് ജൂലി മനോജ്, അധ്യാപിക ശ്രീജ KP എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കായികമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും അവയെ വളർത്തി എടുക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ 100, 200, 400 മീറ്ററുകളിൽ ഓട്ടം, ഷോട്ട് പുട്ട്, റിലേ തുടങ്ങിയ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ദേശബോധ സന്ദേശവുമായി NCCയുടെ തിരങ്ക 2024 റാലി സമാപിച്ചു. എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ NCC യൂണിറ്റുകളെ ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായിട്ടാണ് തിരങ്ക 2024 സംഘടിപ്പിച്ചത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു NCC കേഡറ്റുകൾക്ക് ദേശീയ പതാകയുടെ ബാഡ്ജ് ധരിപ്പിച്ചുകൊണ്ട് റാലി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും ചിഹ്നമായ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ പ്രത്യേകതകൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NCC തിരങ്ക 2024 പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ LP സ്കൂളുകളിൽ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ തിരങ്ക 2024ന്റെ ഭാഗമായി സെമിനാറും ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ പ്രധാനാധ്യാപിക TL റീന ഉദ്ഘാടനം ചെയ്തു. മത്സരങ്ങളിൽ അധ്യാപക വിഭാഗത്തിൽ ലീമ റോസും വിദ്യാർത്ഥി വിഭാഗത്തിൽ അനുരാഗും ജേതാക്കളായി. മറ്റം സെന്റ് മേരീസ് LP സ്കൂളിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ അഞ്ജലി ഉദ്ഘാടനം ചെയ്തു. അധ്യാപക വിഭാഗത്തിൽ ജസീന്ത ജോൺസണും വിദ്യാർത്ഥി വിഭാഗത്തിൽ സൈന KSഉം ജേതാക്കളായി. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ പ്രധാന അധ്യാപിക CT ഉച്ചുത്രേസ്യ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക വിഭാഗത്തിൽ മോണിക്ക തോമസും വിദ്യാർത്ഥി വിഭാഗത്തിൽ ആദിൽ K ജെയും വിജയികളായി. 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു തിരങ്ക 2024 പരിപാടിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ജൂനിയർ അണ്ടർ ഓഫീസർ അശ്വിൻ TS സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. NCC കേഡറ്റ് ആഷ്മി CU ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. സീനിയർ അണ്ടർ ഓഫീസർമാരായ നന്ദകുമാർ PM, ശിവന്യ PS എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലിയും മത്സരങ്ങളും സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയാക്കണമെന്ന് ഡോക്ടർ ദിനേശ് കർത്ത. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മനുഷ്യൻ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്നും പ്രമുഖ നാച്ചുറോപ്പതി ഡോക്ടറും തൃശൂർ ജില്ലാ സഹകരണ പ്രകൃതി ചികിത്സാ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസറും റെയിൻബോ വെൽനസ് ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്ത അഭിപ്രായപ്പെട്ടു. തൃശൂർ കോർപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നേച്ചേഴ്സ് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് അസോസിയേഷൻ NIFAയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് യുവതലമുറ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യകരമായ ഭക്ഷണക്രമവും യോഗയും ശീലമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ T സുരേഷ് കുമാർ സന്ദേശം നൽകി. സൊസൈറ്റി സെക്രട്ടറി ഭാസ്കരൻ AN, വൈസ് പ്രിൻസിപ്പൽ വിപിൻ KS എന്നിവർ ആശംസകൾ അർപ്പിച്ചു. രതി സജീവൻ സ്വാഗതവും മിഷാൽ PU നന്ദി പ്രകാശനവും നടത്തി. നെല്ലിന്റെ സംഭരണ വില വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂർ ജില്ലാ കോൾ കർഷക സംഘം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഘം സെക്രട്ടറി KK കൊച്ചു മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു.
BKS ഹാർമണി കേരള 2024 എന്ന പേരിൽ ബഹ്റിൻ മലയാളി പ്രവാസി കുടുംബ സമ്മേളനം ഓഗസ്റ്റ് 19 തൃശൂർ ഗ്രാൻഡ് ഹയാത്ത് റീജൻസിയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 11 മണി വരെ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുഹൃത്ത് സംഗമം, സംഗീത സന്ധ്യ, നൃത്തങ്ങൾ, പുസ്തക പ്രകാശനം, പാർട്ടി, ഗെയിംസ്, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ, ഡിന്നർ എന്നിവ ഉണ്ടാകും. 600-ലധികം അംഗങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രി K രാജൻ, രമേശ് ചെന്നിത്തല, MP ഷാഫി പറമ്പിൽ, MK മുനീർ, രമ്യ ഹരിദാസ്, ഔസേപ്പച്ചൻ, മജീഷ്യൻ സാമ്രാട്ട് എന്നിവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ P രാധാകൃഷ്ണപിള്ള, ജോസ് പുതുക്കാടൻ, റിയാസ് ഇബ്രാഹിം, വർഗീസ് ജോർജ്, PS രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങൾക്കുള്ള സാമൂഹ്യ പെൻഷന്റെ മസ്റ്ററിംഗ് മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി ഹാളിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രായാധിക്യം മൂലം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് പള്ളി ഹാളിൽ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിലെത്തി മസ്റ്ററിംഗ് നടത്തി. PV സുന്ദരൻ, ധന്യ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. സെൻ്ററായിട്ടാണ് മണ്ണുത്തി പള്ളിയിൽ ഇന്നത്തെ ദിവസം വെച്ചിരിക്കുക. കാലത്ത് 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ സമയം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് നടന്ന് ചെറുപ്പാൻ പറ്റാത്ത ആൾക്കാരെ എല്ലാവർക്കും കൂടി ഒരു സംയുക്തമായിട്ടൊരു സ്ഥലത്ത് സംഭവം അക്ഷയ വഴിക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു സമയം കണ്ടെത്തി അവർക്ക് ഗുണകരമായ ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തീരുമാനിക്കുന്നത്. ഇന്ന് ഇവർ പ്രായമായെങ്കിൽ നാളെ നമുക്കൊക്കെ പ്രായമാകുമ്പോൾ ആൾക്കാരാണ്. നമ്മളൊക്കെ ഇതുപോലെ തന്നെ കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് 16-ാം ഡിവിഷനിൽ മണ്ണുത്തി സെൻ്റ് ആൻസ് പള്ളിയിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. പരമാവധി 15-20 പേര് വന്നിട്ടുണ്ട്. ഇനിയും ആൾക്കാർ വരുന്നൊരു പ്രതീക്ഷയിലാണ്. കാരണം അവർ വീട്ടിനകത്ത് പ്രായമായതുകൊണ്ട് നടന്നെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മറികടന്ന് പരമാവധി എല്ലാ ആൾക്കാർക്കും ഇവിടെ തന്നെ മത്സരം നടത്തും. അതിനുള്ള സംവിധാനം 5 മണി വരെ മത്സരം ഉണ്ട്. ഇനി ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർ വരട്ടെ. എല്ലാവർക്കും ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കിടപ്പ് രോഗികൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ എന്നാണെങ്കിൽ ഒരു ഡേറ്റ്, അതുപോലെ അവർ സൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ് അറിയിച്ചാൽ അവർക്ക് വീട്ടിൽ കിടക്കുന്നവരാണെങ്കിൽ അവർക്കും മത്സരം നടത്താനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അന്തർദേശീയ യുവജന ദിനത്തിൽ പിരീഡ് ഫ്രണ്ട്ലി ലോകത്തിനായി കൈകോർത്ത കരുണം ഫൗണ്ടേഷനും വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബ്ബും NSS യൂണിറ്റും ആരോഗ്യകരമായ ഹരിതഗൃഹത്തിനും സാമ്പത്തിക പരിരക്ഷയ്ക്കും ഊന്നൽ നൽകി പിരീഡ് ഫ്രണ്ട്ലി ലോകത്തിനായി കരുണം ഫൗണ്ടേഷനും വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗഹൃദ ക്ലബ്ബും NSS യൂണിറ്റും കൈകോർത്ത് ശുചിത്വ മിഷന്റെ ഭാഗമായി സെൻസി കെയറിന്റെ സഹകരണത്തോടെ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം ഫൗണ്ടേഷന്റെ സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പദ്ധതികളിൽ
വിവിധങ്ങളായ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും സഹകരണത്തോടെ നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന് പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ EM റൂബി നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ കിൻസ്മോൾ ടി, കരുണം ചെയർമാൻ ജൻസൺ ജോസ് കാക്കശ്ശേരി, N നന്ദകുമാർ, സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ലിസ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ VD റോജ എന്നിവർ പ്രസംഗിച്ചു. വയനാടിന് കൈത്താങ്ങായി തൃശൂർ കോർപ്പറേഷന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 5 കോടി രൂപ മേയർ മുഖ്യമന്ത്രിക്ക് കൈമാറി. വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃശൂർ കോർപ്പറേഷന്റെ 5 കോടി രൂപ മേയർ MK വർഗീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് കൈമാറി. അടിയന്തരമായി സഹായം എത്തിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് കോർപ്പറേഷൻ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ചെക്ക് എത്തിച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തെയും മേയറോടൊപ്പമുണ്ടായിരുന്നു. ഈ വിഷയം കൗൺസിലിൽ അവതരിപ്പിച്ചപ്പോൾ പൂർണ്ണ പിന്തുണ നൽകിയ എല്ലാ കൗൺസിലർമാരോടും നന്ദി രേഖപ്പെടുത്തി. ക്രെഡായ് തൃശൂരിന്റെ 17ാമത് പ്രോപ്പർട്ടി എക്സ്പോ ഓഗസ്റ്റ് 17-18 തീയതികളിൽ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മുഖ്യ സ്പോൺസർ ഹൗസിംഗ് ലോൺ സംബന്ധിച്ച ഉപഭോക്താക്കൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകും. വാർത്താ സമ്മേളനത്തിൽ K രാജീവ്, K മധുസൂദനൻ, A അബ്ദുൽ ലത്തീഫ്, ചെറിയാൻ ജോൺ എന്നിവർ പങ്കെടുത്തു. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന തിരക്കിലേക്ക് കടക്കുമ്പോൾ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളും സജീവമായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ കൊടികളും തോരണങ്ങളും കൂടുതലായും ഒരുക്കിയിട്ടുള്ളത്. തുണികളിലും മറ്റുമാണ് കൂടുതൽ നിർമ്മിച്ചിട്ടുള്ളത്. എവിടെയും സ്വാതന്ത്ര്യദിന ആഘോഷത്തിനുള്ള തിരക്കുകളിലേക്ക് നഗരം കടന്നുകഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ദുരന്തം 1200 കോടിയുടെ നഷ്ടം കണക്കാക്കി 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. തൃശൂർ പൂരം വെടിക്കെട്ട് പഴയതുപോലെ പൂരപ്രേമികൾക്ക് ആസ്വദിക്കാൻ കഴിയണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നെറ്റ് സീറോ കാർബൺ കേരളം എന്ന പദ്ധതിയുടെ തദ്ദേശ സ്ഥാപനതല ഉദ്ഘാടനം മാടക്കത്തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുൻ LDF പഞ്ചായത്ത് മെമ്പർ അംബിക ചിദംബരത്തിന്റെ സത്യാഗ്രഹം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.